നമസ്കാരം. നിങ്ങളുടെ മൊബൈൽ ഫോൺ ലോക്ക്ഡ് ആണോ? അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ പാസ്വേഡ് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് അറിയാതെ നിങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. ഞാനൊരു 9ലോ 10ലോ പഠിക്കുന്ന കുറേ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം ഈ മൊബൈലിൻ്റെ അനാവശ്യ ഉപയോഗത്തെ പറ്റിയായിരുന്നു ആ സബ്ജക്റ്റ്. അപ്പോൾ എന്നോടൊരു കുട്ടി ചോദിച്ചു, മൊബൈൽ നമ്മൾ മോശപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾ കണ്ടാൽ കുഴപ്പമുള്ള കാര്യമാണ് ചെയ്യുന്നത്, നമ്മൾ തെറ്റാണോ ചെയ്യുന്നത് എങ്ങനെ അറിയാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്ത സമയത്ത് നിങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വ്യക്തി വരുമ്പം നിങ്ങൾ മൊബൈൽ ചെയ്യുന്ന കാര്യം നിങ്ങൾ അയാളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്തോ അത് തെറ്റാണ്. നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്യുന്നത്, നിങ്ങളൊരിക്കലും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളുടെ മൊബൈലിൽ ഈ സെക്യൂരിറ്റി പാസ്വേഡ് ഇടുകയും സീക്രട്ടായിട്ട് പാറ്റേൺ ഇടുകയും ചെയ്യുന്നത് ചില രാജ്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞത്, നമ്മൾ ജീവിക്കുമ്പോൾ ചില രാജ്യങ്ങളൊക്കെ മസ്റ്റായിട്ട് ഇട്ടേ പറ്റത്തുള്ളൂ. ചില റീസൺസ് ഉണ്ട്. ചില ആപ്ലിക്കേഷൻസൊക്കെ ഈ ഗവൺമെൻറ് ആപ്ലിക്കേഷൻസൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മസ്റ്റായിട്ട് ഇട്ടേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മുടെ മൊബൈലിൻ്റെ പാസ്വേഡ് കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ ജീവിത പങ്കാളിക്ക് അറിയണം. നിങ്ങൾ അതിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ 100% നിങ്ങളുടെ തെറ്റായ ഒരു മാർഗ്ഗത്തിൽ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങളത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്. ഒരു പ്രവാസിയായ ഒരു വ്യക്തി, അയാളും അയാളുടെ മകളും കൂടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ വേണ്ടി പോയി. ഈ സാധനം മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾക്ക് പെട്ടെന്ന് ചെസ്റ്റ് പെയിൻ വരികയും ഇയാൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാതാകുകയും ഇയാൾ കുഴഞ്ഞു വീഴുകയും ചെയ്തു. ഈ കുഞ്ഞു മോക്ക് ഈ അമ്മയെ വിളിക്കണമെന്ന് ശ്രമിച്ചു. പക്ഷേ ഇയാളുടെ ഫോൺ പാറ്റേൺ ലോക്ക്ഡാണ്, അമ്മയെ വിളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ സൂപ്പർ മാർക്കറ്റിലെ ആൾക്കാരുടെ സഹായത്തോടെ പെട്ടെന്ന് ആംബുലൻസ് ഒക്കെ വന്ന് ഇയാളെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അവരെങ്ങനെയൊക്കെയോ വേറെ ആളുടെ നമ്പറിൽ നിന്ന് ഈ കുഞ്ഞ് അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു. ഈ അമ്മ ഡ്യൂട്ടിക്കിടയിൽ ഓടി വന്നു, ഈ ഹസ്ബൻഡായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പം ഈ ഗൾഫിലൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ കയ്യിൽ എപ്പോഴും പേഴ്സും കാര്യങ്ങളൊന്നും കാണണമെന്നില്ല. നമ്മുടെ ഐഡിയും കാര്യങ്ങളൊക്കെ പലപ്പോഴും മൊബൈലിനകത്തായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ചില ഡോക്യുമെൻറ്റ്സ്, ഇൻഷുറൻസിൻ്റെ പേപ്പർ, മറ്റു കാര്യങ്ങളൊക്കെ മൊബൈലിൽ നമുക്ക് ആക്സസ് ചെയ്യാനേ പറ്റത്തുള്ളൂ.